ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടോക്കാണ്. ഇതുവരെ കേട്ട പോലെയല്ല, ഡിഫറെൻ്റ് ആണ്. ശാസ്ത്രം, മാനവികത, സ്വതന്ത്ര ചിന്ത എന്നാണല്ലോ. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ടോക്കാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ടോക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്വാണ്ടം ലോകങ്ങൾ എന്നുള്ളതാണ്. ഈ ലോകങ്ങൾ എന്നുള്ള വാക്ക് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബഷീറിൻ്റെ ലോകങ്ങൾ, അല്ലെങ്കിൽ അന്തിക്കാട്ടുകാരൻ്റെ ലോകങ്ങൾ. ഞാൻ ലോകങ്ങൾ എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ടൈറ്റിൽസ് ആണ്, ചില പുസ്തകങ്ങളുടെ ടൈറ്റിൽസ് ആണ്. അവിടെയൊക്കെ ലോകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇവിടെ ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വ്യത്യസ്തമായ ലോകങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ ടൈറ്റിലിന്റെ ഒരു വിശദീകരണമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ടോക്ക്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ യൂണിവേഴ്സിന്റെ, നമ്മുടെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഫിസിക്കൽ നിയമമാണ്. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് അനുസരിക്കുന്ന ഭൗതിക നിയമം, ഇതിനെയാണ് നമ്മൾ പൊതുവെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്, വളരെ റഫായിട്ട് പറയുകയാണെങ്കിൽ. ഈ ക്വാണ്ടം മെക്കാനിക്സ് പല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ഇതിനു മുൻപും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് ആയിട്ട്, നമ്മുടെ പ്രപഞ്ചം ബേസിക് ആയിട്ട് അനുസരിക്കുന്ന നിയമങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സയൻസ് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് പഠിക്കാത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ചില പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൺവേ ചെയ്യാം എന്ന് നോക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. അപ്പോൾ പരീക്ഷണം വിജയിച്ചെന്ന് ടോക്കിന്റെ അവസാനം നിങ്ങളുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ നമ്മുടെ മുഴുവൻ പ്രപഞ്ചമാണ്. ദിസ് ഹോൾ യൂണിവേഴ്സ് ഇസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയാം. കാരണം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ്, നമ്മുടെ പ്രപഞ്ചം എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിക്കുന്ന അടിസ്ഥാന നിയമമാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഈ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമ്മൾ ഡയോഡുകൾ, LED-കൾ, ട്രാൻസിസ്റ്റേഴ്സ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഈ മൊത്തം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അപ്ലിക്കേഷനാണ്. ക്വാണ്ടം നിയമങ്ങൾ അനുസരിച്ച്, ക്വാണ്ടം നിയമങ്ങൾ ഡയറക്റ്റ്ലി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ വസ്തുക്കളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഇവിടെയുള്ള ലൈറ്റ്, ഇതെല്ലാം തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ ലേസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോളാർ സെൽസ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്, ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ GPS, നമ്മളെല്ലാവരും പലരും ഇങ്ങോട്ട് വന്ന് വഴി വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന GPS-ൽ ഉപയോഗിക്കുന്ന അറ്റോമിക് ക്ലോക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് സമയം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോക്കുകളാണ്. ഇതും ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. MRI സ്കാനിങ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഇതും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇതാണ്. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ചില കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്പ്യൂട്ടിംഗ് ഫീൽഡാണ്. എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിരിക്കുന്ന ഋഷി, അദ്ദേഹം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ റിസർച്ച് ചെയ്യും, വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ഞാൻ പറയാൻ പോകുന്ന അപ്ലിക്കേഷൻ ഇതൊന്നുമല്ല. ഇതെല്ലാം പറഞ്ഞത് ഞാൻ ഈ പറയാൻ പോകുന്ന തിയറി, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ തിയറി നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് എൻറ്റയർലി വേറിട്ടൊരു കാര്യമല്ല. നമ്മൾ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സ് നേരിട്ട് കടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളല്ല ചില ആൾക്കാർ പറയുന്ന കാര്യമാണ്, മെനി പാരലൽ വേൾഡ്സ്, മെനി കോപ്പീസ് ഓഫ് യു ആൻഡ് മൈ. അതായത് ടൈറ്റിലിൽ പറഞ്ഞ പോലെ അനേകം ലോകങ്ങളുണ്ട്. ഈ ഓരോ ലോകത്തിലും നമ്മുടെ എല്ലാം വ്യത്യസ്ത കോപ്പികൾ, പതിപ്പുകളുണ്ട്. ഇത് ഓരോ നിമിഷവും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഈ രീതിയിൽ പലതായിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു ഇംപ്ലിക്കേഷനും കൂടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാന നിയമങ്ങൾക്കുണ്ട്. ഇത് ആക്ച്വലി പലപ്പോഴും ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലം, ക്വാണ്ടം മെക്കാനിക്സിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സ് സാധാരണ നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകമായിട്ട് ബന്ധപ്പെട്ടാണ് വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിന് സ്പെസിഫിക്കലി ഇന്റർപ്രിറ്റേഷൻ, അതെന്താണ് നമ്മുടെ ലോകത്തെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പൊതുവെ പലതരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അതിലൊരു തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷനാണ് ആക്ച്വലി ഈ പാരലൽ വേൾഡ്സ് അല്ലെങ്കിൽ മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡയറക്റ്റ് ആയിട്ടൊരു ഇംപ്ലിക്കേഷൻ ആയിട്ടും നമുക്ക് കണക്കാക്കാം. അതായിരിക്കും ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ക്വാണ്ടം ഭൗതികം, ക്വാണ്ടം ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രസകരമായിട്ടുള്ള, കൗതുകകരമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ സമാന്തര ലോകങ്ങൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആദ്യം നമ്മളൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു ലോകമുണ്ട്. അത് കഴിഞ്ഞാൽ പല പല വേർഷൻസ് ആയിട്ട്, ഇവിടെ ഓരോ പോയിന്റിൽ രണ്ടായിട്ടാണ് പിരിയുന്നത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല, അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷനാണ്. പക്ഷെ ഈ രീതിയിലാണ് നമ്മുടെ ലോകം യഥാർത്ഥത്തിൽ പെരുമാറുന്നത് എന്നാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതായത് നമ്മുടെ ലോകത്തിന് സമാന്തരമായി മറ്റനേകം ലോകങ്ങളുണ്ട്. ഈ ലോകങ്ങളിൽ ചിലതിലെങ്കിലും നമ്മുടെ വ്യത്യസ്ത
ആക്ച്വലി ചിലതിലല്ല, അനേകം ലോകങ്ങളിൽ നമ്മുടെ വ്യത്യസ്ത പതിപ്പുകളുണ്ട്. ഓരോ നിമിഷവും ഇങ്ങനെ വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ നിമിഷം പോലും ഇതുവരെ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത പാസ്റ്റ്, ഇതുവരെ നമ്മൾ ഒരുമിച്ച് ഒരു ഭൂതകാലം ഷെയർ ചെയ്തു, ഇനി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്യൂച്ചേഴ്സ് ഉള്ള വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാന ഗണിതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ നിമിഷം ഇങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പോയിന്റ് വരെ ഒരാൾ നിൽക്കുകയാണ് അവിടെ, അയാളുടെ തൊട്ടടുത്ത ഫ്യൂച്ചർ അയാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന്റെ അടുത്ത സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ബ്രാഞ്ചിലെയും ആൾക്കാർ, ഒരു ബ്രാഞ്ചിൽ ഒരാൾ അയാൾ ഒരു സ്ത്രീയുടെ കൈ പിടിച്ചാണ് നിൽക്കുന്നത്, വേറെ ബ്രാഞ്ചിൽ സിംഗിൾ ആണ്. അപ്പൊ ഈ രണ്ട് ബ്രാഞ്ചിലുള്ള ആൾക്കാരുടെയും പാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അതായത് ഞാൻ കൺക്ലൂഷൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ പറഞ്ഞു വരുന്ന തിയറിയുടെ കൺക്ലൂഷൻ ആദ്യം തന്നെ പറയുകയാണ്. ഇങ്ങനെ പലതായിട്ട് ലോകം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല നമ്മുടെ പ്രപഞ്ചം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞു, ഇനി തുടക്കത്തിലേക്ക് പോകാം. ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കം അത് പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇതിനു മുൻപ് ഞാൻ പ്രസന്റ് ചെയ്ത രീതിയിലല്ല ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നത്, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കം എക്സാക്ട്ലി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തുടക്കം അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്യൂഡോ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് ആണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച രീതിയിലല്ല, ഇങ്ങനെയും സംഭവിക്കാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഈ ചിത്രം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്താ ഈ ചിത്രം എന്താണെന്ന് അറിയോ? ഇല്ല. ആറ്റം മോഡൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ആറ്റം മാതൃക. റൂദർഫോർഡ് എന്നാൾ മുന്നോട്ട് വെച്ച ആറ്റം മാതൃകയാണ്. ആറ്റം എങ്ങനെയായിരിക്കും? ആറ്റം എന്നുള്ള വാക്ക് ആക്ച്വലി വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത്, വീണ്ടും വിഭജിക്കാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഈ ഇത് എൻകൗണ്ടർ ചെയ്തപ്പോൾ ആദ്യം തന്നെ ആറ്റം എന്നുള്ള വാക്കെടുത്ത് ഉപയോഗിച്ചു. പക്ഷെ പിന്നീട് ആൾക്കാർ മനസ്സിലാക്കി ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയും. ആറ്റത്തിനൊരു ഘടനയുണ്ട്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോണുകളുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ ആറ്റത്തിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ഇതിനെങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ആൻ ആറ്റം? ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അല്ലെങ്കിൽ ന്യൂക്ലിയസും ഒക്കെ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം റൂദർഫോർഡ് മുന്നോട്ട് വെച്ച മോഡൽ ഇതാണ്. ഇതൊരു നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ മോഡലിലാണ് അദ്ദേഹം ആറ്റത്തെ ആദ്യം ഇമാജിൻ ചെയ്തത്. സോളാർ സിസ്റ്റം അറിയാം, നടുക്ക് സൂര്യനുണ്ട്, അതിന് ചുറ്റും ഗ്രഹങ്ങളുണ്ട്. അതേ രീതിയിൽ റൂദർഫോർഡ് പറഞ്ഞു നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഈ മോഡലിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്, നമ്മൾ ക്ലാസിക്കൽ തിയറി എടുക്കുകയാണെങ്കിൽ, ഞാൻ വാക്കുകൾ ഉപയോഗിക്കാൻ ടെക്നിക്കലായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇതിന്റെ ഐഡിയ ഇതാണ്, ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. ഈ മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഈ ദിശയിലാണ്, അതിന് ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാവുന്ന, വളരെ നന്നായിട്ട് അറിയാവുന്ന വേറൊരു തിയറി അനുസരിച്ച്, അതിന് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയും. ഇങ്ങനെ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, ദിശ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഊർജ്ജനഷ്ടം ഉണ്ടാവും. ഊർജ്ജനഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വൈദ്യുതകാന്തിക തരംഗങ്ങളായിട്ടാണ് ഈ ഊർജ്ജം നഷ്ടപ്പെടുക. ഈ വൈദ്യുതകാന്തിക തരംഗത്തിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന വെളിച്ചം. ഈ കാണുന്ന വെളിച്ചം അടക്കം ഈ രീതിയിൽ ഉണ്ടാകുന്നതാണ്. എവിടെയോ ഇലക്ട്രോണിന് ദിശാമാറ്റം അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന വെളിച്ചം മുഴുവൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ വെളിച്ചമായിട്ട് അതിന് ഊർജ്ജം നഷ്ടപ്പെടുകയാണെങ്കിൽ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ ഊർജ്ജം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ ഓർബിറ്റിന്റെ വലിപ്പം കുറഞ്ഞു വന്ന അവസാനം അത് ന്യൂക്ലിയസിലേക്ക് പതിക്കേണ്ടതാണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മോഡൽ അനുസരിച്ചുള്ള ആറ്റം സ്റ്റേബിൾ അല്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് കൊളാപ്സ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ആറ്റങ്ങളെല്ലാം വളരെ സ്റ്റേബിൾ ആണ്. എല്ലാം അല്ല, നമ്മൾ ഈ കാണുന്ന ആറ്റങ്ങൾ മുഴുവൻ, ഏറെക്കുറെ ആറ്റംസ് എല്ലാം സ്റ്റേബിൾ ആണ്. നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആണ്. ഈ മേശയുടെ ആറ്റങ്ങൾ സ്റ്റേബിൾ ആണ്, കൊളാപ്സ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മോഡൽ വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. ഈ പ്രശ്നം പരിഹരിക്കാൻ പല ശ്രമങ്ങളുണ്ടായി. അല്ലെങ്കിൽ ആറ്റത്തിന്റെ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ, ഒരു തിയററ്റിക്കൽ മോഡൽ മുന്നോട്ട് വയ്ക്കാൻ പല ശ്രമങ്ങളുണ്ടായി. അതിൽ വിജയിച്ച ഒരു ശ്രമത്തെക്കുറിച്ച് പറയാം. അതാണ് ഇലക്ട്രോണിനെ ഒരു കണികയായിട്ട് കാണാതെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു കണികയായിട്ടാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷനായിട്ട് ലൂയി ഡിബ്രോയി എന്ന് പറഞ്ഞ ഫ്രഞ്ച് സയന്റിസ്റ്റ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ഇലക്ട്രോൺ ചിലപ്പോൾ നമ്മൾ ഈ കരുതുന്ന പോലെ ഒരു കണികയായിട്ട് കാണണ്ട, അതിനൊരു തരംഗമായിട്ട് കണ്ടാൽ എന്ത് സംഭവിക്കും. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി, ഇലക്ട്രോണിന് ഒരു തരംഗമായിട്ട് കാണുകയാണെങ്കിൽ ഈ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം എന്നുള്ള പ്രശ്നം ഒഴിവായിക്കിട്ടും. അതായത് ആറ്റം സ്റ്റേബിൾ ആക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പല പ്രഡിക്ഷൻസിന്റെ, ഈ തരംഗ സിദ്ധാന്തം ഉപയോഗിച്ച് നടത്തുന്ന പല പ്രവചനങ്ങളും ശരിയായിട്ട് വരുന്നുണ്ടെന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ്സ് എവറിതിങ് പെർഫെക്റ്റ്ലി വെൽ, എല്ലാത്തിനെയും വളരെ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്.
അപ്പോൾ എക്സാക്ട്ലി ഈ ഒരു സൊല്യൂഷൻ മാത്രമല്ല മുന്നോട്ട് വന്ന് ഞാൻ ഹിസ്റ്ററിയിലുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. അതിന് മുമ്പ് ബോർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞ വേറെ ആറ്റം മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്കൂളിൽ കാലഘട്ടത്തിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ശരിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇലക്ട്രോൺ ഒരു തരംഗമായിട്ട് നമ്മൾ കണക്കാക്കണം, തരംഗമായിട്ട് കൂടി കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ തരംഗമായിട്ട് കണക്കാക്കി. അതായത് കഴിയുമ്പോൾ ഷ്രോഡിംഗർ എന്നൊരാൾ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു അതിനെ തരംഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ തരംഗത്തെ ഗവേൺ ചെയ്യുന്ന, ഈ തരംഗം അനുസരിക്കുന്ന ഒരു നിയമമുണ്ട്. അതിനൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ കഴിയും. ഫിസിക്സിൽ നമുക്ക് ഇക്വേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ആ ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഒരു തരംഗമാണെന്ന് മനസ്സിലാക്കി. ഈ തരംഗത്തെ അല്ലെങ്കിൽ ഈ തരംഗത്തിന്റെ പെരുമാറ്റത്തെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട്. ഈ നിയമമാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷനാണ്. അതായത് ഇപ്പം നമ്മൾ തിയറി ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു തരംഗമുണ്ട്. ഈ തരംഗം അനുസരിക്കുന്ന ഒരു ഇക്വേഷൻ, ഒരു സമവാക്യമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുൻപ് നോക്കുകയാണെങ്കിൽ കണികകളുണ്ട്. കണികകൾ അനുസരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ ഇതിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ്, ഇതിനെ സൈ എന്നാണ് പറയുന്നത്. ഇതിനെ ക്വാണ്ടം വേവ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞ എന്തൊരു സാധനമുണ്ട്, അതൊരു തരംഗമാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് നേച്ചറിൽ ഒരു സാധനമുണ്ട്, അതിന് നമുക്ക് മാത്തമാറ്റിക്സിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോഴാണ് നമ്മുടെ തിയറി കംപ്ലീറ്റ് ആയെന്ന് പറയുക. നമ്മുടെ ദൈനംദിന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് തിയറിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ തരംഗത്തിന്റെ എന്തോ ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. നോക്കണേ, ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഷ്രോഡിംഗറിന്റെ ഒരു ചിത്രമാണ്. ഷ്രോഡിംഗർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഷ്രോഡിംഗറിന്റെ കയ്യിൽ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച നമ്മുടെ കഥയിൽ കടന്നു വരുന്നുണ്ട്. പൂച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ കഥയിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഈ പൂച്ച. അപ്പൊ ഇതോടെ കാര്യങ്ങളെല്ലാം ഏകദേശം തീർന്നു എന്ന് നമ്മൾ കരുതുകയാണ്. ഇലക്ട്രോൺ തരംഗമാണെന്ന് മനസ്സിലായി. തരംഗത്തെ ഗവേൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ. പക്ഷെ പ്രശ്നം ഇതാണ്, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ സബാറ്റോമിക് കണികകളെ, ആറ്റത്തിനുള്ളിലുള്ള കണികകളെ നിരീക്ഷിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തരംഗം കാണാൻ കഴിയുന്നില്ല. പകരം കാണുന്നത് കണികകളാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ക്ലൗഡ് ചേംബർ എന്ന് പറയുന്ന ഈ കണികകളെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ വീഡിയോ ആണ് ഇത്. ഈ നടുക്കുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്, ലൈക്ക് യുറേനിയം. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആണ്. അതിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് ഇലക്ട്രോൺ തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ ചിലത് ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥമാണ്. അതായത് നമ്മളിവിടെ ആക്ച്വലി കാണുന്നത് ഇലക്ട്രോണുകൾ കണികകളായിട്ട് സഞ്ചരിക്കുന്നതിന്റെ വീഡിയോ ആണ്. ഇലക്ട്രോണുകളും അതുപോലുള്ള ബാക്കി സബാറ്റോമിക് കണികകളും ആറ്റത്തിനുള്ളിലെ കണികകളും കണികകളായിട്ട് കണികകളായിട്ടാണ് ഇതിനെ നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ തിയറി അനുസരിച്ച് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പോലെ അതുപോലെ അനേകം എക്സ്പെരിമെന്റൽ റിസൾട്ട്സ്, പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലങ്ങൾ വിശദീകരിക്കാൻ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു തരംഗമായിരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് എപ്പോഴും കണികകളാണ്. അതായത് നിരീക്ഷിക്കാത്തപ്പോൾ ഇലക്ട്രോൺ തരംഗമായിട്ട്, നിരീക്ഷിക്കുന്ന സമയത്ത് കണികയായിട്ടും പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ കൂടുതൽ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഈ ഷ്രോഡിംഗർ ഇക്വേഷന്റെ അർത്ഥം എന്താണ്? ആദ്യം പറഞ്ഞ തരംഗമുണ്ട്, അങ്ങനെയാണെന്ന് തരംഗം കാണാൻ കഴിയണം. തരംഗങ്ങൾ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. വെള്ളത്തിൽ ഒരു കല്ലിടുകയാണെങ്കിൽ തരംഗങ്ങളുണ്ടാവും, ഓളങ്ങളുണ്ടാവും, തരംഗമാണ്. അതുപോലെ ഇലക്ട്രോൺ തരംഗങ്ങളെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ നിരീക്ഷിക്കുമ്പോൾ എപ്പോഴും കാണുന്നത് കണികകളാണ്. അത് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, കൃത്യമായിട്ടുള്ള ഒരു ട്രജക്ടറി, സഞ്ചാരപഥമുള്ള കണികകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെയാണ് മാക്സ് ബോൺ ഷ്രോഡിംഗർ ഇക്വേഷന് അല്ലെ ഷ്രോഡിംഗറിന്റെ വേവ് ഫംഗ്ഷന് വേറൊരു ഇന്റർപ്രിറ്റേഷൻ കൊണ്ടുവരുന്നത്. ഇതിനെ ബോൺ റൂൾ എന്നാണ് പറയുന്നത്. അപ്പൊ മാക്സ് ബോൺ എന്നാളാണ് മുന്നോട്ട് വെച്ചത്. ഇതിനെ ബോൺ റൂൾ എന്ന് പറയുന്നത്. മാക്സ് ബോൺ പറയുന്നത് നിങ്ങളുടെ ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ, ഈ ഇക്വേഷനിലുള്ള സൈ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കരുതുന്ന പോലെ ഒരു തരംഗത്തെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. പകരം ഒരു പ്രോബബിലിറ്റി വേവ് ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു പ്രോബബിലിറ്റി തരംഗമാണ്. അതായത് ഈ വേവ് ഫംഗ്ഷൻ, ഈ തരംഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്പേസിലുള്ള തരംഗമല്ല, അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഓളങ്ങൾ പോലുള്ള തരംഗമല്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലുള്ള തരംഗമല്ല. പകരം സാധ്യമായിട്ടുള്ള എക്സ്പെരിമെന്റൽ ഔട്ട്കംസിന്റെ ഒരു തരംഗമാണെന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പെരിമെന്റൽ ഔട്ട്കംസിന്റെ അല്ല, ആക്ച്വലി എക്സ്പെരിമെന്റൽ ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റിയുടെ തരംഗങ്ങളാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ തരംഗം പറയുന്നത് ഓരോ സ്ഥലത്തും നമ്മൾ ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, സ്ഥാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. ഓരോ സ്ഥാനത്തും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ഈ തരംഗം പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ശരിക്കും തരംഗമല്ല, പകരം ഇലക്ട്രോണിനെ കണ്ടെത്താനുള്ള സാധ്യതയാണ് ഈ തരംഗം
നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ സൈ എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷനിൽ നിന്ന് ഇതിന്റെ ഓരോ സ്ഥാനത്തും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചില വഴികളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് ഈ രീതിയിലൊരു തരംഗം ഉണ്ടെങ്കിൽ, ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള തരംഗം ഉണ്ടെങ്കിൽ, ഈ തരംഗം ഏറ്റവും ഉയർന്ന സ്ഥാനത്തായിരിക്കും ഇലക്ട്രോണിനെ കാണാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ തരംഗം പൂജ്യത്തിൽ ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ആ സ്ഥാനങ്ങളിൽ ഇലക്ട്രോണിനെ ഒരിക്കലും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നിങ്ങനെ ഈ തരംഗത്തെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാക്സ് ബോൺ പറഞ്ഞു. ഇത് ഈ പോയിന്റ് വരെ അങ്ങനെ കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. വി ആർ ജസ്റ്റ് ട്രൈയിങ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു തിയറി കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ ബോൺ റൂൾ നിലനിന്നു, അത് ശരിയാണ്, ഇറ്റ് വർക്ക്സ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക ഇതാണ്, ഇലക്ട്രോൺ എന്തോ തരത്തിലുള്ള ഒരു തരംഗമാണ്. ഓക്കെ, ഇത് കാരണം ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ മറ്റനേകം എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാം. ഇതുപോലുള്ള റിസൾട്ട്സ് വിശദീകരിക്കണമെങ്കിൽ ഇലക്ട്രോണിന് ഒരു തരംഗമായിട്ട് കാണേണ്ടി വരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിരീക്ഷിക്കുന്ന സമയത്ത് ഇലക്ട്രോണിന് എപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥാനങ്ങളിലാണ് കാണുന്നത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു സ്ഥാനത്ത് കാണാൻ 20% സാധ്യതയുണ്ട്, വേറെ സ്ഥാനത്ത് കാണാൻ 50% സാധ്യതയുണ്ട്, വേറെ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ അതിനെ കാണാൻ തന്നെ സാധ്യതയില്ല. ഈ കാര്യം ഷ്രോഡിംഗർ ഇക്വേഷൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇനി ഇതിനെ കുറച്ചുകൂടെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷന്റെ മാത്തമാറ്റിക്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രോൺ ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ബീയിങ് അറ്റ് മെനി പ്ലേസസ് അറ്റ് വൺസ്. അതിന്റെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള തർജ്ജമ ഇതാണ്, ആ മാത്തമാറ്റിക്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് തർജ്ജമ ഇതാണ്. ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിംഗിൾ ഇലക്ട്രോൺ, ഒറ്റ ഇലക്ട്രോൺ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്, പല സ്ഥലങ്ങളിൽ ഒരുമിച്ച്. നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കാണുന്ന പോലെ, ഈ നന്ദനം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് കുമ്പിടി സ്വാമികളെ കുറിച്ച് ഞങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യം അതിലുള്ള വേറെ കഥാപാത്രം തെറ്റിദ്ധരിക്കുന്ന ഇയാൾക്ക് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥാനങ്ങളിൽ അയക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അവിടെയും ഇവിടെയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോധം കെട്ടി വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം കള്ളത്തരം കാണിച്ചാണ്. പക്ഷെ ഇലക്ട്രോണുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് അതിന് ആയിരിക്കാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ സ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് നോക്കുകയാണെങ്കിൽ സ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്, ഏതൊരു മെഷർമെന്റ് ഔട്ട്കം ആണെങ്കിലും ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് നിരീക്ഷിക്കാവുന്ന ഏതൊരു കാര്യത്തിന്റെ കാര്യത്തിൽ ശരിയാണ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിന്റെ ഊർജ്ജത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇലക്ട്രോണിന് ഒരു നിശ്ചിതമായ ഊർജ്ജം ഉണ്ട് എന്നല്ല നമ്മൾ പറയുക, ഒരേ സമയം പല ഊർജ്ജ നിലകളിൽ ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് കോഡ് വേർഡ് വേവ് എന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ പല സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ള മാത്തമാറ്റിക്സിന്റെ ഒരു കോഡ് വേർഡാണ്. ഇതാണ് ഇലക്ട്രോണിക് വേവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊസിഷൻ, മൊമെന്റം, എനർജി, സ്പിൻ, ഇങ്ങനെയുള്ള ഏതൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും ജനറലായിട്ട് അനേകം സാധ്യതകളിൽ ഇലക്ട്രോണിന് ഒരുമിച്ചായിരിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരിക്കലും അനേകം സാധ്യതകളിൽ ഒരുമിച്ച് കാണാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു സാധ്യത മാത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെയാണ് മെഷർമെന്റ് പ്രോബ്ലം എന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയാണ്. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഇതാണ്. നമ്മൾ നോക്കുമ്പോഴും നോക്കാത്തപ്പോഴും ഇലക്ട്രോണുകൾ വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. ഇതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നതാണ്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ബേസിക് ഐഡിയ ഇതാണ്. നമ്മൾ നോക്കുമ്പോൾ പെരുമാറുന്ന പോലെയല്ല ഇലക്ട്രോണുകൾ, നമ്മൾ നോക്കാത്തപ്പോൾ പെരുമാറുന്ന പോലെയല്ല നോക്കുമ്പോൾ പെരുമാറുന്ന. നോക്കാത്ത സമയത്ത്, അതായത് നിരീക്ഷിക്കാത്ത സമയത്ത്, നിരീക്ഷണം എന്നുള്ള വാക്ക് അവിടെ പ്രധാനമാണ്. നമ്മൾ നിരീക്ഷിക്കാത്ത സമയത്ത് ഇലക്ട്രോൺ ഒരേ സമയത്ത് പല സ്ഥലത്ത് ഒരുമിച്ച് ഇങ്ങനെ നിലനിൽക്കുകയാണ്, എല്ലാ സാധ്യതകളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിന് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ സയൻസിൽ ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. ഏതൊരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, മുഴുവനായിട്ട് മനസ്സിലായെങ്കിൽ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുകയല്ലേ. പേരിട്ട് വിളിച്ച് കുറച്ച് ആ വാക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ശീലമായിക്കുള്ളൂ, പതിയെ ശീലമായിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെയും ചെയ്യുന്നത്. ഇങ്ങനെ പല സ്ഥലത്തായിരിക്കുന്ന ഇലക്ട്രോൺ ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുന്ന, അല്ല പല സാധ്യതകളിൽ ഒരുമിച്ചായിരിക്കുന്ന ഇലക്ട്രോൺ ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുന്നത്, നിരീക്ഷിക്കുമ്പോൾ ചുരുങ്ങുന്നതിനെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നുള്ളൊരു പേരിട്ട് നമ്മൾ വിളിക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾ അഥവാ ക്ലാസ്സിൽ പൊതുവെ സംശയം ചോദിക്കുന്ന കുട്ടികൾ കുറവാണ്. ഇതെന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനൊന്നും ഉത്തരമില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നിരീക്ഷിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. നിരീക്ഷിക്കുമ്പോൾ ഇലക്ട്രോണിന് എന്തോ സംഭവിക്കുകയാണ്, ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പൊ എന്താണ് നിരീക്ഷണം എന്ന് കുട്ടി ഇങ്ങോട്ട് ചോദിച്ചാൽ അധ്യാപകന് ഉത്തരമില്ല. കാരണം നിരീക്ഷണം എന്നുള്ള വാക്ക് വെൽ ഡിഫൈൻഡ് അല്ല. ഒബ്സർവേഷൻ, വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഒബ്സർവേഷൻ എന്നുള്ളത് നിർവചിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ കരുതുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു തിയറിയെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അത് നിർവചിച്ചിട്ടില്ല. അപ്പൊ കൺക്ലൂഷൻ ഇതാണ്,
നമ്മുടെ നിരീക്ഷണത്തിൽ കാണുന്ന ലോകത്തെക്കാളും വളരെ റിച്ച് ആണ് ആക്ച്വലി ഉള്ള ലോകം. നിരീക്ഷണത്തിൽ കാണുന്ന ഇലക്ട്രോണിനേക്കാളും വളരെ റിച്ച് ആണ് യഥാർത്ഥത്തിലുള്ള ഇലക്ട്രോണിന്റെ പെരുമാറ്റം. നമ്മൾ നിരീക്ഷണത്തിൽ ഒരു സ്ഥാനത്താണ് കാണുന്നത്, നിരീക്ഷിക്കാത്തപ്പോൾ പല സ്ഥലത്തും ഒരുമിച്ച് ആയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. ഇനി പിന്നീട് ഒരു കഥ വരുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ക്വാണ്ടം ടോസ് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് സാധ്യമായിട്ടുള്ള എല്ലാ അവസ്ഥകളിലും ഇലക്ട്രോൺ ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് സാധ്യമായിട്ടുള്ള അവസ്ഥകൾ മാത്രമുള്ള ചില നിരീക്ഷണ ഫലങ്ങളുണ്ട്, ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന് ഉദാഹരണം ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം ഒരു ചെറിയ മാഗ്നറ്റ്, ഒരു ചെറിയ കാന്തം പോലെയാണ് പെരുമാറുന്നത്, ചെറിയ കാന്തമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിന് സ്പിൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് ആർ ടൈനി മാഗ്നറ്റ്സ് എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പിൻ നമുക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് മെഷർ ചെയ്യാം. സ്പിൻ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സാധ്യമായിട്ടുള്ള രണ്ട് വാല്യൂസ് മാത്രമാണ്, രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഇലക്ട്രോണിന്റെ സ്പിൻ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ നിരീക്ഷിക്കാത്തപ്പോൾ ഈ രണ്ട് സാധ്യതകളിൽ ഒരുമിച്ചായിരിക്കും, നിരീക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു ക്വാണ്ടം ടോസ് ആയിട്ട് വരും. നമ്മൾ സാധാരണ ഹെഡും ടെയിലും ടോസ് ചെയ്തിട്ട് ഹെഡും ടെയിലും വരുന്നത്, ഹെഡ് വരികയാണെങ്കിൽ ഒരു ടീമിന് ബാറ്റിംഗ്, ടെയിൽ വരികയാണെങ്കിൽ ആ രീതിയിൽ ടോസ് ഉപയോഗിക്കാറുണ്ട്. അവിടെ രണ്ട് സാധ്യതകളാണ്, ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇവിടെ സ്പിന്നിന് രണ്ട് സാധ്യതകളാണ്. ഇതിനെ രണ്ട് പേരിട്ട് വിളിക്കാം, ഒന്ന് അപ്പ്, ഒന്ന് ഡൗൺ. ഇത് രണ്ട് പേരാണെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ആകുന്നതെന്ന് വെച്ചിട്ടാണ് ഈ പേരുകൾ വന്നത്. പക്ഷെ നമുക്ക് തൽക്കാലം ഹെഡ് ടെയിൽ എന്ന് പറയുന്ന രണ്ട് പേരുകളാണ് അപ്പ് ഡൗൺ. അതായത് ഐഡിയ ഇതാണ്, ഒരു ഇലക്ട്രോൺ എടുക്കുക, അതിന്റെ സ്പിൻ മെഷർ ചെയ്യുക. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ടോസ് ചെയ്യാറുണ്ട് അല്ലേ, കോയിൻ ടോസ് ചെയ്യാറുണ്ട്. അതിന് പകരം നമ്മൾ പറയാണ് നമുക്ക് ഇലക്ട്രോണിന്റെ സ്പിൻ മെഷർ ചെയ്ത് നോക്കാമെന്ന് പറയുകയാണ്. സ്പിൻ മെഷർ ചെയ്ത് നോക്കിയിട്ട് അപ്പ് കിട്ടുകയാണെങ്കിൽ, ഒരാൾ പറഞ്ഞ് ഞാൻ അപ്പ് എന്നാണ് വിളിക്കുന്നത്, നമ്മൾ മെഷർ ചെയ്ത് നോക്കി അപ്പ് എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് ചൂസ് ചെയ്യാം ബാറ്റിംഗ് വേണോ ബൗളിംഗ് വേണോ എന്നുള്ളത്. അത് ക്വാണ്ടം ടോസിംഗ് എന്നതിനെ നമുക്ക് വിളിക്കാം. ഇത് പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി ഈ രീതിയിൽ ടോസിംഗ് നടത്തേണ്ടതാണ്. ദാറ്റ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ രീതിയിൽ നമ്മൾ കോയിൻ ഉപയോഗിച്ച് ടോസ് ചെയ്യുന്നതിന് പകരം സ്പിൻ മെഷർ ചെയ്ത് ടോസ് ചെയ്ത് ക്രിക്കറ്റ് കളി നടത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തേണ്ടി വരുന്നത് ഞാൻ പറയാം, എനിക്കിപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ, അപ്പോൾ ഷ്രോഡിംഗറിന്റെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷ്രോഡിംഗർ ഇക്വേഷൻ മുന്നോട്ട് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കാരണം സ്വന്തം പേരിലാണ് ഇക്വേഷൻ അറിയപ്പെടുന്നത്, ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പോൾ ഷ്രോഡിംഗർ ഇങ്ങനെയൊക്കെയാണ് തന്റെ ഇക്വേഷന്റെ ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഷ്രോഡിംഗർ പറഞ്ഞതാണ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ആൻഡ് ഐ എം സോറി ഐ എവർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. എനിക്കിത് ഇഷ്ടപ്പെടുന്നേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ഫിസിക്സ് അല്ല ഇത്, എന്റെ ഫിസിക്സ് ഇങ്ങനെയല്ല എന്നുള്ളതാണ് ഷ്രോഡിംഗർ പറയുന്നത്. അപ്പൊ എന്റെ തിയറി ഇങ്ങനെ ഒരു ഔട്ട്കം, ഇത് കുറച്ച് പ്രശ്നമാണ് അല്ലേ, നമ്മൾ നോക്കാത്തപ്പോൾ പല സ്ഥലത്താണ്, നോക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ചുരുങ്ങുന്നു. ഇത് ഡസൻ സൗണ്ട് ലൈക്ക് സയൻസ് ആണെന്ന് തോന്നാത്തൊരു കാര്യമാണ്. അപ്പൊ ഈ രീതിയിലുള്ള തിയറികളല്ല ഇതിനു മുൻപ് നമുക്കുണ്ടായിരുന്നത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ വിവരിക്കുന്ന തിയറികളായിരുന്നു. ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എടുക്കുകയാണ്, ന്യൂട്ടന്റെ ഇക്വേഷൻ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിന്റെയും സ്ഥാനവും അത് ഏത് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഏത് വേഗതയിലാണ്, ഏത് ദിശയിലാണ് മൂവ് ചെയ്യുന്നത് അറിയുകയാണെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ നമുക്ക് കംപ്ലീറ്റ്ലി കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും, തത്വത്തിലെങ്കിലും. അതായത് പ്രസന്റ് നിലവിലുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഫ്യൂച്ചർ കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ പറയുന്ന ഒന്നും കറക്റ്റ് അല്ല. നിലവിലുള്ള അവസ്ഥ പല സ്ഥലത്തായിരിക്കുന്നതാണ്, നിരീക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിലേക്കാണ് ചുരുങ്ങുന്നത്, അതും ഏതിലേക്കാണ് മാറുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല, അതിന്റെ സംഭാവ്യത മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഷ്രോഡിംഗറിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത് എത്രത്തോളം വിയേർഡാണ്, എത്രത്തോളം തെറ്റാവാൻ സാധ്യതയുള്ള കാര്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ചൊരു ചിന്താ പരീക്ഷണമാണ് ഈ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ ഷ്രോഡിംഗറിന്റെ കയ്യിലുണ്ടായിരുന്ന പൂച്ച, ഷ്രോഡിംഗറുടെ പൂച്ച എന്ന് പറഞ്ഞ ചിന്താ പരീക്ഷണം. അപ്പൊ ഈ ചിന്താ പരീക്ഷണത്തിലൂടെ ഷ്രോഡിംഗർ ഉദ്ദേശിച്ചത് ഇതാണ്, ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ ഒരേ സമയം ജീവനോടെയും ജീവനില്ലാതെയും ഇരിക്കുന്ന പൂച്ചയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയേണ്ടി വരും. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണ്. നിങ്ങൾ റിഡക്റ്റോ ആഡ് അബ്സോർഡ് എന്നുള്ള ആർഗ്യുമെന്റ് മെത്തേഡ് കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾ പറയുന്ന കാര്യം ഇതാണെങ്കിൽ ഇതിന്റെ കൺക്ലൂഷൻ ഇതാണ്, ഈ കൺക്ലൂഷൻ ഇത്രത്തോളം തെറ്റാണ്, അതുകൊണ്ട് നിങ്ങളുടെ തിയറി തെറ്റായിരിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ വിശദീകരിക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, ക്യാൻ ദ ക്യാറ്റ് ബി അലൈവ് ആൻഡ് ഡെഡ് അറ്റ് ദ സെയിം ടൈം? ഷ്രോഡിംഗർ ചോദിച്ചൊരു ചോദ്യമാണ്. ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ച ഒരു വാദമാണിത്. പക്ഷെ ഇപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ആശയം ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. ഇതിലുള്ളത് ഒരു സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റമാണ്. റേഡിയോ ആക്റ്റീവ് ആറ്റം പറഞ്ഞ് നിങ്ങൾക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ അത് ഡീകേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡീകേ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വികിരണങ്ങൾ പുറപ്പെടുവിച്ച്, റേഡിയേഷൻ പുറപ്പെടുവിച്ച് അത് ഡീകേ ചെയ്യുക എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ ഒരു സിംഗിൾ ഒരു ഏക ആറ്റം, ഒരേ ആറ്റം, ഒരു സിംഗിൾ ആറ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൽ നിന്ന് അഥവാ റേഡിയേഷൻ പുറത്തു വരികയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിറ്റക്ടർ അവിടെ ഉണ്ട്. ഈ ഡിറ്റക്ടറിനോട് ഒരു ചുറ്റിക ഘടിപ്പിച്ചിട്ടുണ്ട്.
ചുറ്റികയുടെ താഴെ ഒരു സയനൈഡ് ബോട്ടിലുണ്ട്, സയനൈഡ് ഗ്യാസ് നിറച്ചൊരു കുപ്പിയുണ്ട്. സംഭവിക്കുക ഇതാണ്, ആറ്റം ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിവിടെ ഡിറ്റക്ട് ചെയ്യപ്പെടും. ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചുറ്റിക സയനൈഡ് ബോട്ടിലേക്ക് വീഴും, സയനൈഡ് ബോട്ടിൽ പൊട്ടും, പൂച്ച ചാകും. ഇതാണ് സംഭവിക്കുക. അതായത് ആറ്റം ഡീകേ ചെയ്യുകയാണെങ്കിൽ, റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടാവുകയാണെങ്കിൽ പൂച്ച ചാവും, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കും. ഇതാണ് ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ ഐഡിയ. ഇനി ഷ്രോഡിംഗർ പറയുന്നത് ഇതിനൊരു പെട്ടിയിൽ അടയ്ക്കുക, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത ഒരു പെട്ടിയിൽ ഈ പൂച്ചയെ അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു ക്വാണ്ടം ഫിസിസിസ്റ്റിനോട് ചോദിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞു ആറ്റമൊക്കെ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കറിയാം, പക്ഷെ പുറം ലോകവുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഇല്ല. എന്നിട്ട് നമ്മളൊരു ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിന് മുമ്പുള്ള അല്ലെങ്കിൽ സാധാരണക്കാരനോട് ചോദിക്കുകയാണ്, ഇപ്പൊ പൂച്ചയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുക, റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീകേ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂച്ച ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. അപ്പൊ ഒന്നുകിൽ പൂച്ചയ്ക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ ജീവനില്ല. ഇത് ഏതാണ് നമുക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ സാധ്യമായിട്ടുള്ള എല്ലാ അവസ്ഥകളിലും ഇത് ഒരുമിച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം ഒരേ സമയം ഡീകേ ചെയ്തും ഡീകേ ചെയ്യാതെയും ഇരിക്കണം. ശരിയല്ലേ? അപ്പൊ ഡീകേ ചെയ്തിട്ടുള്ള അവസ്ഥ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ പൂച്ച ചാകും, അല്ലെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ പൂച്ചയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന എന്താണ്, പൂച്ച ഒരേ സമയം ജീവനോടെയും ജീവനില്ലാതെയും ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിയല്ല, അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെന്നാണ് ഷ്രോഡിംഗറിന്റെ വാദം. അപ്പോൾ ഇതാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, പൂച്ച ഒരേ സമയം ജീവനോടെയും ജീവനില്ലാതെയും. ജീവനോടുള്ള പൂച്ചയാണ് ഇവിടെ ഇരിക്കുന്നത്, ജീവനില്ലാത്ത പൂച്ചയാണ് കിടക്കുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും എന്നല്ല, ഒരേ സമയം രണ്ടവസ്ഥകളിലും ഒരുമിച്ച് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നിരീക്ഷിക്കുമ്പോൾ പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല എന്നും കൂടെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതല്ല, നമ്മൾ ആക്ച്വലി നിരീക്ഷണത്തിൽ ഒരിക്കലും വേവ് ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു, പല സാധ്യതകളിൽ ഒരുമിച്ച് കാണുന്നില്ല പറഞ്ഞു. ഇപ്പൊ നിരീക്ഷിക്കുമ്പോൾ ഒന്നുകിൽ ജീവനുള്ള പൂച്ച അല്ലെങ്കിൽ ജീവനില്ലാത്ത പൂച്ചയായിരിക്കും കാണുക. അതായത് നിരീക്ഷണം പൂച്ചയുടെ അവസ്ഥയെ മാറ്റി. ഇതാണ് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. തെറ്റല്ല, അത്ര അക്യുറേറ്റ് അല്ല, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ആക്ച്വലി ഇതുപോലുള്ള ഒറ്റപ്പെട്ട സിസ്റ്റങ്ങളുടെ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, മൊത്തം സിസ്റ്റത്തിന്റെ അവസ്ഥയാണ്. ഈ സിസ്റ്റത്തിൽ പൂച്ച മാത്രമല്ല യഥാർത്ഥത്തിലുള്ളത്, ആറ്റവും കൂടെ ഉണ്ട്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് പൂച്ചയ്ക്കും ആറ്റത്തിനും വേറെ വേറെ വേവ് ഫംഗ്ഷൻ ഇല്ല, പൂച്ചയും ആറ്റവും അടങ്ങിയ ഒരു സിസ്റ്റത്തിന് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഇതും ഷ്രോഡിംഗറിന്റെ ഇക്വേഷനിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി എഴുതുമ്പോൾ ഈ പൂച്ച ആറ്റം എന്നുള്ള കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ അവസ്ഥ വേണം എഴുതാൻ. അപ്പൊ ആ അവസ്ഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ND എന്ന് പറഞ്ഞാൽ നോട്ട് ഡീക്കേഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഈ പൂച്ചയുടെ മൊത്തം അവസ്ഥയിൽ രണ്ട് ശാഖകളുണ്ട്. ഒരു ശാഖയിൽ ആറ്റം ഡീകേ ചെയ്തിട്ടില്ല, ആ ശാഖയിൽ പൂച്ചയ്ക്ക് ജീവനുണ്ട്. വേറെ ശാഖയിൽ ആറ്റം ഡീകേ ചെയ്തിട്ടുണ്ട്, ആ ശാഖയിൽ പൂച്ചയ്ക്ക് ജീവനില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മെഷർമെന്റ് നടത്തുമ്പോൾ, ഇത് ഞാനൊരു ഹാപ്പി ആയിട്ടുള്ള ഔട്ട്കം വരട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ പൂച്ചയെ ജീവനോടെയാണ് കണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. മെഷർ ചെയ്യുന്നതിന് മുമ്പ് പൂച്ച ആറ്റം സിസ്റ്റത്തിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നോട്ട് ഡീക്കേഡ് എലൈവ് പ്ലസ് ഡീക്കേഡ് ഡെഡ് എന്നുള്ളതാണ്. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാധ്യതയിലേക്ക് റെഡ്യൂസ് ചെയ്തു. നമ്മൾ ആക്ച്വലി പെട്ടി തുറന്ന് നോക്കി നേരുന്നത്, അപ്പോൾ ജീവനുള്ള പൂച്ചയെ കണ്ടെങ്കിൽ ഇങ്ങനെയാണുള്ളത്. ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. നിരീക്ഷിക്കുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. പക്ഷെ നമ്മൾ നിരീക്ഷണം ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. ഷ്രോഡിംഗർ ഇക്വേഷൻ ശരിയാണെന്ന് നമുക്കറിയാം, കാരണം അതിന്റെ എല്ലാ റിസൾട്ട്സും ശരിയായിട്ട് വരുന്നുണ്ട്. അത് വളരെ അക്യുറേറ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ മുഴുവനായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്, നമ്മൾ പെട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പൂച്ച ആറ്റം സിസ്റ്റമായിട്ട് നമ്മളും എന്താ പറയുക എൻറ്റാങ്കിൾമെന്റ് എന്നാ പറയുക. ഈ പൂച്ച ആറ്റം സിസ്റ്റത്തിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, രണ്ട് ശാഖകളുണ്ട്. ഈ ഓരോ ശാഖയായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും. അതിലൊരു ശാഖയായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവനുള്ള പൂച്ചയെ കാണും, വേറെ ശാഖയായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ജീവനില്ലാത്ത പൂച്ചയായിരിക്കും കാണും. അപ്പൊ ഷ്രോഡിംഗർ ഇക്വേഷൻ യഥാർത്ഥത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന ഇതാണ്. നമ്മളിത് പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരു ബ്രാഞ്ചിൽ ആറ്റം നോട്ട് ഡീക്കേഡ് ആയിരിക്കും, പൂച്ച ജീവനോടെ ഉണ്ടാവും, നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളല്ല പൂച്ചയെ പെട്ടിയിൽ അടച്ചെന്ന് കരുതുക. അപ്പോൾ പൂച്ച ജീവനോടെ കാണുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഹാപ്പി ആയിരിക്കും അസ്യൂം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും പൂച്ചയായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നോട്ട് ഡീക്കേഡ് എലൈവ് ഹാപ്പി, ഈ ഹാപ്പി എന്നുള്ള അവസ്ഥയാണ് ഈ ഒബ്സർവറിന്റെ അവസ്ഥയെ കാണിക്കാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഇതാണ്.
നമ്മുടെയും രണ്ട് പതിപ്പുകൾ ഉണ്ടാവുന്നുള്ളതാണ്. ഒരു ശാഖയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ഒരു ശാഖയിൽ നമ്മൾ സാഡ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഷ്രോഡിംഗറിന്റെ ഇക്വേഷന്റെ ഈ പ്രൊഡിക്ഷൻ നമ്മൾ വിശ്വസിക്കാത്തതിന് കാരണമുണ്ട്. എന്താണ് കാരണം? ഒരിക്കലും നമ്മളിത് അനുഭവിക്കുന്നില്ല. നമ്മൾ പല അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ആണ് ഇതിനുള്ളത്. ഇപ്പോൾ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെയും അങ്ങനെയുണ്ട്, കുറ്റം പറയല്ല. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങിയും ഉറങ്ങാതെ ഇരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെന്ന് പറയും. അതല്ല സൂപ്പർ പൊസിഷൻ. അപ്പോൾ ഇവിടെ ഈ രണ്ട് അവസ്ഥകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവും എന്നാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷനാണ് എന്ത്? നമ്മൾ ഓരോ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ നിരീക്ഷണം നടത്തുമ്പോഴും നമ്മുടെ പല പതിപ്പുകൾ ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, നമ്മുടെ പതിപ്പുകൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. മാത്രമല്ല നമ്മുടെ മറ്റു പതിപ്പുകളുടെ നമുക്ക് അതിനെ കാണാൻ കഴിയേണ്ടതാണ് അല്ലേ? നമ്മുടെ മറ്റു പതിപ്പുകളെ നമ്മൾ സാധാരണ കാണാറില്ല. അതുകൊണ്ട് ഇത് തെറ്റായിരിക്കണം. അതുകൊണ്ടാണ് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നത്. നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അത് മാറുന്നു എന്ന് നമ്മൾ പറയാൻ നിർബന്ധിതരാകുകയാണ്. അക്കാലത്ത് ആൾക്കാർ നിർബന്ധിതരായതാണ്. പക്ഷെ ഇപ്പോഴും ഈ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നിർവചിച്ചിട്ടില്ല. ഉദാഹരണത്തിന് പൂച്ചയ്ക്ക് നിരീക്ഷണം നടത്താൻ കഴിയുമോ? അതിലൊരു പൂച്ചയാണ് ഉണ്ടായിരുന്നത്. പൂച്ച റേഡിയോ ആക്റ്റീവ് ആറ്റം നിരീക്ഷിച്ച സമയത്ത് അതിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. പൂച്ച ഒരു നിരീക്ഷകനാണ്. ഇനി പൂച്ചയ്ക്ക് നിരീക്ഷണം നടത്താൻ കഴിയുന്ന കരുത്. അങ്ങനെയാണ് അതിനെ പകരം ഒരു എലി ഇടുകയാണെങ്കിൽ അതിനെ നിരീക്ഷിക്കാൻ കഴിയും. ഇനി എലിക്ക് വേറെ കൊതുകാണെങ്കിലോ? ഈ റേഡിയോ ആക്റ്റീവ് സയനൈഡിന് വരെ നമുക്ക് ഗുഡ് നൈറ്റിന്റെ ഒരു കോയിലാണ് അവിടെ വെക്കുന്നതെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ കൊതുകിന് നിരീക്ഷണം നടത്താൻ കഴിയും. അതായത് കൊതുകിനോ ഈച്ചയ്ക്കോ പാറ്റയ്ക്കോ പൂച്ചയ്ക്കോ ഒക്കെ വേവ് ഫംഗ്ഷനെ കൊളാപ്സ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് പലതും അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഇത് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്കിത് പറഞ്ഞ് ശീലമായി. അപ്പൊ ആ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ കുറച്ച് ഒന്ന് രണ്ടോണം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ശീലമാവും. ഇതാണ് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പൊ ഈ നിരീക്ഷണം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാത്തതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ പേരിലുള്ള ഇഷ്ടംപോലെയുള്ള കപടശാസ്ത്രങ്ങൾ. ഈ കപടശാസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ മുൻപെപ്പോഴും ഒരു ടോക്ക് നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ക്വാണ്ടം എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ഒരു ടൈറ്റിലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ക്വാണ്ടം കോൺവെർസേഷൻസ്. അതായത് എല്ലാത്തിൻ്റെയും കൂടെ ക്വാണ്ടം ചേർക്കുക, എന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സ് എന്തോ ഭയങ്കര സംഭവമാണ്, മാജിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇതുകൊണ്ട് ഇതുപോലൊരു പുസ്തകമാണ് താവോ ഫിസിക്സ്, ഫ്രിഡ്ജ് ഓഫ് കാപ്പർ എഴുതിയ താവോ ഫിസിക്സ്. അപ്പോൾ അക്കാലത്ത് വളരെയധികം ഫേമസ് ആയ ഒരു പുസ്തകമായിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും അത് വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഈ നിരീക്ഷണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിർവചിക്കാത്തത് കാരണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയിടാം. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ മനസ്സിലാക്കലിലുള്ളൊരു വിടവാണ്. ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക. നമുക്കറിയാം പ്രപഞ്ചം ബിഗ് ബാങ്ങിലൂടെയാണ് ഉണ്ടായതെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന് മുൻപ് എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. അല്ല ബിഗ് ബാങ്ങിന്റെ ആ സെക്കൻഡിൽ ആ സമയത്ത് എന്തായിരുന്നു നമുക്കറിയില്ല. അപ്പൊ അവിടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കുറവുണ്ട്. അപ്പൊ അവിടെ ദൈവത്തെ കൊണ്ടുപോയി വെച്ചാൽ മതി, നമുക്കറിയില്ലല്ലോ. അപ്പൊ അവിടെ ദൈവം ഉണ്ടാവും. ദൈവം ഈ പടക്കത്തിന് തീ കൊളുത്തിയതുപോലെയാണ് ബിഗ് ബാങ് ഉണ്ടായത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് അറിവിലൊരു വിടവുണ്ടാകുമ്പോൾ അവിടെ പലതിനെയും നമുക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയും. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നമ്മുടെ അറിവിലുള്ളൊരു വിടവാണിത്. നിരീക്ഷണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു വിടവിൽ പല പല കപടശാസ്ത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്വാണ്ടം കോൺഷ്യസ്നെസ്, ക്വാണ്ടം സോൾ, ക്വാണ്ടം ആത്മാവ്, ക്വാണ്ടം ഹീലിംഗ്, ക്വാണ്ടം ലൈഫ് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിലുള്ള കപടശാസ്ത്രങ്ങളായിരിക്കും. അപ്പൊ ഈ കാര്യത്തിൽ കപടശാസ്ത്രം പറയുന്ന നേരം മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്തും കൊണ്ടുപോയിടാം. അതിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിന്റെ ഏറ്റവും വലിയ ചാമ്പ്യൻ എന്ന് പറയുന്നത് ദീപക് ചോപ്ര എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്, ദ ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്. അവിടെ ക്വാണ്ടം ഇട്ടു. അപ്പൊ ഈ പുസ്തകമൊക്കെ വളരെയധികം വിറ്റുപോയിട്ടുള്ള പുസ്തകമാണ്. ഇദ്ദേഹം എനിക്ക് ഒന്ന് കോടീശ്വരനായിരിക്കണം. ക്വാണ്ടം ഹീലിംഗ്, ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് നടത്താം എന്നൊക്കെയുള്ള. കാരണം ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന നിരീക്ഷണം എന്താണെന്ന് നിർവചിച്ചിട്ടില്ലാത്തത്. ഇവർ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, നിരീക്ഷണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബേസിക് ആയിട്ട് ഈ നിരീക്ഷണ ഫലങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതി ഇങ്ങനെ മാറ്റാൻ കഴിയും. ഇങ്ങനെ ചിന്ത കേന്ദ്രീകരിച്ചോ ധ്യാനിച്ചോ ഒക്കെ നിരീക്ഷണ ഫലങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ പ്രായമാകാതിരിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. പക്ഷെ ഇതിന്റെ കാരണം ഇനി ഇത് വേറെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്നൊരു ഫേസ്ബുക്കിലുള്ളൊരു ചർച്ചയുടെ ഇതാണ്. തേങ്ങ ഉടയ്ക്കുന്നതിൽ ശാസ്ത്രീയത ഉണ്ടത്, അതും ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇന്റൻഷൻ എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ കേന്ദ്രീകരിച്ച് നിർത്തിയാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുക. അങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇതിന് ഉപോത്ബലകമായിട്ട് പറയുന്നത് എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്
ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് എക്സ്പെരിമെന്റൽ ഔട്ട്കംസ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പോൾ അതിനൊരു സജഷൻ ഉണ്ട്, ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇത് ഡബിൾ സ്പ്ലിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഡബിൾ സ്ലിറ്റ് എന്നായിരിക്കണം. എക്സ്പെരിമെന്റ് വീഡിയോ യൂട്യൂബിൽ കണ്ടു നോക്കും. അപ്പൊ എല്ലാത്തിനും ഉപോത്ബലകമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിനെ കൂട്ടുപിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. മിക്കവാറും ഈ രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുക. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന സയൻസിനെക്കാളും കൂടുതൽ പോപ്പുലർ ആകുന്ന ഈ രീതിയിലുള്ളതാണ്. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു തിയറി അനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്, നമുക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ അറിയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ധ്യാനിക്കുന്നതിലൂടെ മാറ്റാൻ കഴിയും. പണ്ടുകാലത്തെ ഋഷികൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഉപയോഗിച്ചിരുന്നത്, അവർ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഭഗവത്ഗീതയിൽ ഈ കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാമായണത്തിൽ ഈ കാര്യം പറയുന്നുണ്ടൊക്കെ പറഞ്ഞാൽ മതി. ഇന്ന് വളരെയധികം മാർക്കറ്റ് കിട്ടും. ഒരുപക്ഷെ റിസർച്ച് ചെയ്യാനുള്ള ഫണ്ടിങ്ങും കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടം. അപ്പോൾ സ്യൂഡോ സയൻസിനെ കുറിച്ച് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, നിരീക്ഷണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. ഇനി ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലാതെ പല ഫോർമുലേഷൻസ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിന്. അതുപോലൊരു ഫോർമുലേഷനാണ് എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സ്. ഹ്യൂ എവററ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് മുന്നോട്ട് വെച്ച്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇത്ര നല്ല പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട്, ഇതുവരെ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ യാതൊരു പ്രൊഡിക്ഷനും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നെ ഷ്രോഡിംഗർ ഇക്വേഷൻ പറഞ്ഞ് നേരിട്ടങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്നുള്ളതാണ്. വൈ ഡോണ്ട് യു ബിലീവ് വാട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ സേസ്? നമുക്ക് നേച്ചറിനെ കുറിച്ച് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാവട്ടെ. ആ ഇക്വേഷൻ പറയുന്നത് നമ്മുടെ പല കോപ്പികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണെങ്കിൽ ആ ഇക്വേഷൻ പറയുന്നത് വിശ്വസിക്കൂ. എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത്? ഇക്കാര്യത്തിൽ മാത്രം, ഇലക്ട്രോണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഷ്രോഡിംഗർ ഇക്വേഷനെ വിശ്വസിക്കാമെങ്കിൽ പൂച്ചയുടെ കാര്യത്തിലും പാറ്റയുടെ കാര്യത്തിലും മനുഷ്യന്റെ കാര്യത്തിലും എന്തിന് ലോകത്തിന്റെ കാര്യത്തിൽ തന്നെ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കും എന്നുള്ളതാണ് എവററ്റ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വെറുതെ ഇങ്ങനെ പറയുകയല്ല, കൃത്യമായിട്ട് മാത്തമാറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മെനി വേൾഡ്സ് ഫോർമുലേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ കുറച്ചു കാലം അത് കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വീണ്ടും അതിന് പ്രാധാന്യം ഏറി വരികയാണ്. പ്രത്യേകിച്ചും കൂടുതൽ ആൾക്കാർ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് സയന്റിഫിക് ലോകത്ത് തന്നെ. ഉദാഹരണത്തിന് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവൻ പഠിക്കുകയാണെന്ന് കരുതുക ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച്. അപ്പോൾ അവിടെ എന്താണ് നിരീക്ഷകൻ, ആരാണ് നിരീക്ഷിക്കുന്നത്, അവിടെ എന്താണ് നിരീക്ഷണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതാവും. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവൻ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ ഈ നിരീക്ഷണം എന്നുള്ള ഒരു പ്രോസസ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം മാറ്റേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഫോർമുലേഷനാണ് എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷ്രോഡിംഗറുടെ പൂച്ചയുടെ കാര്യം ഉപയോഗിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൂച്ചയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ രണ്ട് സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നോട്ട് ഡീക്കേഡ് ഉണ്ട്, പൂച്ച ലൈവുമാണ്. അതുപോലെ ഒബ്സർവറിനും കൂടെ അവിടെ ചേർത്തു. പക്ഷെ അവിടെ ഒബ്സർവർ മാത്രമല്ല ഉള്ളത്, വേറെന്താ ഉള്ളത്? ചുറ്റുമുള്ള എയർ മോളിക്യൂൾസ് ഉണ്ട്. എയർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോട്ടോണുകൾ അതിൽ വന്ന് പതിക്കുന്നുണ്ട്, അതും പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇതിനെ മൊത്തത്തിൽ എൻവയോൺമെന്റ് എന്ന് വിളിക്കാം. അതായത് പൂച്ചയും ആറ്റവും മാത്രമല്ല, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞൊരു പുറം ലോകവും കൂടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഈ എൻവയോൺമെന്റും കൂടെ ഈ സൂപ്പർ പൊസിഷൻ എന്നുള്ള അവസ്ഥയിലാകും. അതായത് പെട്ടി തുറന്നു നോക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ നിരീക്ഷണം നടത്തുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, പകരം എന്താണ്, ഈ എൻവയോൺമെന്റ് കൂടെ സൂപ്പർ പൊസിഷന്റെ ഭാഗമാകും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവനുള്ള പൂച്ചയുടെ എൻവയോൺമെന്റ് ജീവനില്ലാത്ത പൂച്ചയുടെ എൻവയോൺമെന്റും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ, ആയിരിക്കില്ലേ? ജീവനുള്ള പൂച്ച ഇരിക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ അതിന് ചുറ്റുള്ള എയർ മോളിക്യൂൾസ് അതിനോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കിടക്കുന്ന പൂച്ചയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ജീവനുള്ള പൂച്ച ശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോണുകൾ ഇതിന്റെ തലയിൽ തട്ടുന്ന ജീവനുള്ള പൂച്ചയുടെ തലയിൽ തട്ടുന്ന ഫോട്ടോണുകൾ ജീവനില്ലാത്ത പൂച്ചയുടെ തലയിൽ തട്ടുന്നില്ല. അപ്പൊ അതിന്റെ എൻവയോൺമെന്റ്, അതിന്റെ പുറം ലോകം വ്യത്യസ്തമാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പൊതുവെ നമ്മൾ എൻറ്റാങ്കിൾമെന്റ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ആണ് എന്നാണ് പറയുക. അതായത് ഒരു സിംഗിൾ സിസ്റ്റത്തിലുള്ള സൂപ്പർ പൊസിഷൻ, പല സാധ്യതകളായിരിക്കുന്ന അവസ്ഥ ഈ പുറം ലോകത്തേക്കൂടെ വ്യാപിക്കും. ഇതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഈ വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. പുറം ലോകത്തേക്ക് കൂടി വ്യാപിക്കുന്നതിനെ പൊതുവെ നമ്മൾ ഡീകോഹിറൻസ് എന്നാണ് പറയുക. പക്ഷെ പൊതുവെ ഈ സൂപ്പർ പൊസിഷൻ വേറൊരു വസ്തുവിലേക്ക് കൂടെ വ്യാപിക്കുന്നതിനെ എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എൻവയോൺമെന്റുമായിട്ട് എൻറ്റാങ്കിൾഡ് ആവുകയാണെങ്കിൽ ഇത് ഡീകോഹിറൻസ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതനുസരിച്ച് ഡീകോഹിറൻസ് സംഭവിക്കുകയാണെങ്കിൽ ഇതിന്റെ മാത്തമാറ്റിക്സ് കുറച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ രണ്ട് ബ്രാഞ്ചസ് തമ്മിൽ പിന്നെ ഇന്ററാക്ഷൻ ഒന്നും സാധ്യമല്ല. അതും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഗണിതത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ഒരു ഔട്ട്കമാണ്, ഒരു കോൺസിക്വൻസ് ആണ്. ഈ രണ്ട് ബ്രാഞ്ചസും തമ്മിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഒന്നും സാധ്യമല്ല. ഓക്കെ, ഇതിനെയാണ് ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, പക്ഷെ തമ്മിൽ ഡീകോഹിറൻസ് സംഭവിച്ചു, അത് കഴിഞ്ഞ് ഫെർദർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇല്ല.
ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ നമ്മൾ ചോദിച്ചു, നമ്മളിങ്ങനെ സൂപ്പർ പൊസിഷനിലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സംഭവിക്കും, നമ്മൾ പെട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടിയിലുള്ള സിസ്റ്റമായിട്ട് എൻറ്റാങ്കിൾഡ് ആയി. പക്ഷെ നമ്മളിങ്ങനെ സൂപ്പർ പൊസിഷനിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വ്യത്യസ്ത പതിപ്പുകളെ കാണാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്താണ് ഉത്തരം? ക്വാണ്ടം ഡീകോഹിറൻസ് സംഭവിച്ചു. അതായത് നമ്മുടെ രണ്ട് പതിപ്പുകളുണ്ട്, പക്ഷേ ഈ പതിപ്പുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ററാക്ഷൻ സാധ്യമല്ല. ഈ ഡീകോഹിറൻസ് എന്ന് പറയുന്നത് എവററ്റ് തൻ്റെ ആശയം മുന്നോട്ട് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞാണ് ഡീകോഹിറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡീകോഹിറൻസ് ഒക്കെ വന്നപ്പോൾ ആക്ച്വലി മെനി വേൾഡ്സ് പിക്ചർ അല്ലെ എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സിന് കൂടുതൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. അതായത് ഈ വേവ് ഫംഗ്ഷനിൽ കുറേ സാധ്യതകളുണ്ടെങ്കിൽ സാധ്യതകൾ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, എല്ലാ സാധ്യതകളും ഓരോ ബ്രാഞ്ചിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഇപ്പോൾ പൂച്ചയ്ക്ക് ജീവനോടെയുണ്ട് ജീവനില്ലാതെയും ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ട് സാധ്യതയും ഓരോ ശാഖകളിൽ, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഓരോ ശാഖകളിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഓരോ ക്വാണ്ടം മെക്കാനിക്കൽ നിരീക്ഷണം നടക്കുമ്പോഴും പ്രപഞ്ചം പല ശാഖകളായിട്ട് പിരിയുകയാണ്. ഈ പിരിയുന്ന ഓരോ ശാഖയിലും നമ്മുടെ തന്നെ പല വേർഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഏകദേശം 8,000-ഓളം റേഡിയോ ആക്റ്റീവ് ഡീക്കേസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഓരോ സെക്കൻഡിലും ഈ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മുടെ 8,000-ഓളം പതിപ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, പക്ഷേ വളരെ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഇത്. എന്ന് മാത്രമല്ല ഷ്രോഡിംഗർ ഇക്വേഷന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷനും കൂടെ ആണ്. ഇനി എല്ലാവരും ഇക്കാര്യം അംഗീകരിക്കുന്നൊന്നുമില്ല കേട്ടോ. അതായത് ശാസ്ത്രലോകത്ത് ഇത് അംഗീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്, പലതരത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അല്ലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇന്റർപ്രിറ്റേഷൻസ് അത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ശാസ്ത്രലോകത്ത് ഇതിനുള്ളത്. സയന്റിഫിക് വേൾഡിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ സയന്റിസ്റ്സ് കണക്കാക്കുന്ന ഒരു സാധ്യതയാണ് ഈ മെനി വേൾഡ്സ് എന്നുള്ള സാധ്യത. ഇനി ഒരു ലവ് സ്റ്റോറി പറയാം. ക്വാണ്ടം മെക്കാനിക്കൽ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ലാബറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണെന്ന് കരുതുന്നത്. അപ്പോൾ വേറൊരാളോട് പ്രപ്പോസ് ചെയ്യുകയാണ്. വാലന്റൈൻസ് ഡേയിലൊക്കെ പ്രപ്പോസ്, എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്ക് സംശയമാണ്, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട. അപ്പോൾ ഇയാൾ ചെയ്യുന്നത്, പെൺകുട്ടി ചെയ്യുന്നത് ഇതാണ്, നമുക്കൊരു ക്വാണ്ടം ടോസ് നടത്താം. അതായത് ഒരു സ്പിൻ ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ സ്പിൻ മെഷർ ചെയ്യാം. അപ്പ് സ്പിൻ ആണെങ്കിൽ യെസ് പറയാം, ഡൗൺ സ്പിൻ ആണെങ്കിൽ നോ പറയാമെന്നുള്ളതാണ്. അത് ടോസ് ചെയ്യുന്ന പോലെ, ടോസ് ഇട്ട് തീരുമാനിക്കുന്ന പോലെ. നമ്മളൊന്നും ടോസ് ഇട്ടല്ല ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കഥയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ടോസ് ഇട്ടു. അപ്പോൾ നമ്മളുടെ മെനി വേൾഡ്സ് പിക്ചർ പ്രകാരം ഒരു ബ്രാഞ്ചിൽ അപ്പ് സ്പിൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. രണ്ട് സാധ്യതകളാണല്ലോ. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. വേറെ ബ്രാഞ്ചിൽ ഡൗൺ സ്പിൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ അപ്പ് സ്പിൻ കിട്ടിയ ബ്രാഞ്ചിൽ യെസ് പറഞ്ഞു, പിന്നെ അവരുടെ ഹിസ്റ്ററി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. ഡൗൺ സ്പിൻ പറഞ്ഞ കേസിൽ നോ ആണ് പറഞ്ഞത്. അപ്പം നോ എന്ന് പറഞ്ഞിട്ട് നടന്നു നീങ്ങുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ആളും ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്ത് നോക്കിയാലോ എന്നാലോചിക്കുകയാണ്. അതിനും ഇയാൾ ഉപയോഗിക്കുന്ന ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടോസ് ആണ്. ഇലക്ട്രോണിന്റെ സ്പിൻ മെഷർ ചെയ്ത് നോക്കി. അപ്പ് സ്പിൻ ആണെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യാം, ഡൗൺ സ്പിൻ ആണെങ്കിൽ പ്രപ്പോസ് ചെയ്യില്ല എന്ന് പറയുകയാണ്. മെഷർ ചെയ്തു. സ്വാഭാവികമായിട്ടും രണ്ട് സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സാധ്യതയിൽ അപ്പ് സ്പിൻ ആണ് കിട്ടിയത്, അപ്പോൾ അയാൾ പ്രപ്പോസ് ചെയ്യാതെ മുന്നോട്ട് നിന്നാണ്. ഡൗൺ സ്പിൻ കിട്ടിയ ബ്രാഞ്ചിൽ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം തന്നെ ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി മുകളിലത്തെ ബ്രാഞ്ച് തന്നെ നോക്കുകയാണെങ്കിൽ അവർ കല്യാണം കഴിച്ചു, കുട്ടികൾ വേണോ വേണ്ടെന്നുള്ള കാര്യം വീണ്ടും ഈ ക്വാണ്ടം ടോസിങ്ങിലൂടെയാണ് തീരുമാനിക്കുന്നതെന്ന് കരുതുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബ്രാഞ്ചിൽ കുട്ടി ഉണ്ടായിട്ടുണ്ട്, വേറെ ബ്രാഞ്ചിൽ അവർ കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ എല്ലാ സാധ്യതകളും ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് ഇവർ ഓരോ ടോസ് നടത്തി ഔട്ട്കം തീരുമാനിക്കുമ്പോഴും നമ്മുടെ പ്രപഞ്ചം മുഴുവനായിട്ട് പല പല ശാഖകളായിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലവ് സ്റ്റോറിയിൽ ഒരു ബ്രാഞ്ചിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, വേറെ ബ്രാഞ്ചിൽ പിരിയുന്നുണ്ട്. ചില ബ്രാഞ്ചുകളിൽ ഇയാൾ വളരെ ലോൺലി ആയി ഒറ്റയ്ക്കാണ് ജീവിതാന്ത്യത്തിൽ എത്തുന്നത്. ചില ബ്രാഞ്ചിൽ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ടാണ്. വേറെയും ചില ബ്രാഞ്ചിൽ കുട്ടികളില്ലാതെ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ക്വാണ്ടം ലോകങ്ങൾ. ഈ ലോകങ്ങളെല്ലാം ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലോകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ആദ്യം കാണിച്ച ചിത്രം തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്ന ഇതാണ്. ഒരാളിങ്ങനെ നടന്നു നീങ്ങുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മൗസ് പോയിന്റർ കാണാമല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ ഒരാളുണ്ട്, ഈ ബ്രാഞ്ചിലും അതേ ആളിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്. ഈ രണ്ടാൾക്കും കൂടെ ഒരു കോമൺ പാസ്റ്റ് ആണുള്ളത്. ഇയാൾക്കും ഉള്ള
ഈ വേർഷനും ഈ പതിപ്പിനും കോമൺ ആയിട്ട് ഒരേ പാസ്റ്റ് തന്നെയാണുള്ളത്. ഓക്കെ, പക്ഷെ ഇത് രണ്ടായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ എൻറ്റയർലി വേറെ ആൾക്കാർ പോലെ തന്നെയാണ്. റൈറ്റ്, അവരുടെ ഫ്യൂച്ചേഴ്സ് വേറെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രപഞ്ചം ഒരൊറ്റ പ്രപഞ്ചം തന്നെയുള്ളൂ. ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിലൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പ്രപഞ്ചം പല പല ശാഖകളായിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടം മിനി വേൾഡ്സ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിരീക്ഷണത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരേ രീതിയിൽ മാത്രമേ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം സമയത്തിൽ മാറുന്നുള്ളൂ. ടൈം എവല്യൂഷൻ എന്ന് പറയും. ഒരേ ഒരു റൂളേ ഉള്ളൂ, അത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ കഴിയും. പ്രപഞ്ചത്തെ മുഴുവൻ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാൻ റെഫറൻസസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പോപ്പുലർ ആയിട്ട്, അതായത് ക്വാണ്ടം മെക്കാനിക്സ് മാത്തമാറ്റിക്സ് ആ രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ള എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വീഡിയോകളും പുസ്തകങ്ങളും ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതേ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വീഡിയോ ഇതാണ്, ദ മെനി വേൾഡ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ബൈ ഷോൺ കാരോൾ. ഇപ്പോൾ ഷോൺ കാരോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം ഈ മെനി വേൾഡ്സ് പിക്ചറിന്റെ ഒരു പ്രോപ്പണന്റ് ആണ്. ഇപ്പോൾ വെറുതെ മെനി വേൾഡ്സ് പിക്ചർ ഇങ്ങനെ ഫിലോസോഫിക്കൽ ഡിസ്കഷൻ ആയിട്ടല്ല, മെനി വേൾഡ്സ് പിക്ചർ ശരിയാണെങ്കിൽ ഓക്കെ നമുക്ക് സ്പേസ് ടൈമിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഗ്രാവിറ്റിയുടെ ഒരു മുഴുവനായിട്ടുള്ള ക്വാണ്ടം സിദ്ധാന്തം ഇതുവരെ ഇല്ല. ഇപ്പോൾ ഗ്രാവിറ്റിയുടെ ക്വാണ്ടം സിദ്ധാന്തം അത് ഉപയോഗിച്ച് എങ്ങനെ രൂപീകരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ മൊത്തം ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള റിസർച്ചുകൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പോപ്പുലർ ബുക്ക് ഉണ്ട്, സംതിങ് ഡീപ്ലി ഹിഡൻ എന്നുള്ളതാണ് ആ ബുക്കിന്റെ പേര്. നിങ്ങൾക്ക് മെനി വേൾഡ് ചിത്രം ഇഷ്ടപ്പെട്ടു, അത് വിശ്വസിക്കണം, എനിക്കിപ്പോൾ വിശ്വാസം വരുന്നില്ല, വിശ്വസിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഷോൺ കാരോളിന്റെ വീഡിയോ കാണുക, അല്ലെങ്കിൽ സംതിങ് ഡീപ്ലി ഹിഡൻ എന്നുള്ള പോപ്പുലർ പുസ്തകം, മാത്തമാറ്റിക്സ് ഒന്നും ഇല്ലാതെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, അത് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ കുറേ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നാവുന്ന എല്ലാ സംശയത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ്.